നിങ്ങളുണ്ടല്ലോ എന്നും ഒരേപോലെയാണ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് എന്നാൽ അവർക്കായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ അതൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വലിയ ഉള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, അതുപോലെ ഒരു പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇടുക. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒറ്റ പൾസ് ഇട്ടാൽ അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിനായിട്ടുള്ള ഫിഷ് എടുത്തിട്ടുള്ളത് മാന്തളാണ് കേട്ടോ. മാന്തളിലോട്ട് നമ്മൾ ഈ മസാല എല്ലാം നന്നായിട്ട് പിടിപ്പിക്കുക. അപ്പോൾ നിങ്ങളില്ലേ ഈ വലിയ ഉള്ളി എടുക്കുന്നതിന് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നില്ലേ ഈ വലിയ ഉള്ളി എടുത്തിട്ടുണ്ടല്ലോ ഞാൻ, അതിന് പകരം ഞങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കുന്നത് വെച്ചെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ അത് തൊലി കളയാനുള്ള മടി കാരണം പിന്നെ എളുപ്പത്തിന് ആക്കാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തത്. ഇപ്പോൾ മസാല എല്ലാം നന്നായിട്ട് ഈ ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ചുരുങ്ങിയത് ഒരു 15 മിനിറ്റെങ്കിലും വെക്കട്ടെ, എന്നാലേ മസാല എല്ലാം ഫിഷിലേ നന്നായിട്ട് പിടിക്കുള്ളൂ. എന്നിട്ട് വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫിഷ് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഉണ്ടല്ലോ ലാസ്റ്റ് ബാലൻസ് വന്ന കുറച്ച് മസാല ഉണ്ടല്ലോ അത് ഫിഷിലേക്കൊന്ന് നന്നായിട്ട് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി സ്റ്റൈലായിരിക്കും. എന്നും ഒരേപോലെ ഉണ്ടാക്കുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്.